എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാകുന്ന വേർഡ്സ് ആണ് പ്രിപ്പോസിഷൻസ്. പ്രിപ്പോസിഷൻസ് വളരെ ചെറിയ വേർഡ്സ് ആണെങ്കിലും അത് ചെയ്യുന്ന ജോബ് വളരെ വലുതാണ്. ഇൻ, ഓൺ, അണ്ടർ, മുമ്പില്, പുറകില് ഇത്തരത്തിലുള്ള വേർഡ്സ് ഉപയോഗിച്ച് ഓരോ വസ്തുവിന്റെ സ്ഥാനം കൃത്യമായി നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുട്ടികളെ വളരെ എളുപ്പത്തിൽ തന്നെ പ്രിപ്പോസിഷൻസ് പഠിപ്പിക്കാൻ സഹായിക്കുന്ന സൂപ്പർ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ബിഫോർ വി സ്റ്റാർട്ട് ദ ആക്ടിവിറ്റീസ്, റിമെമ്പർ വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. പുതിയ പ്രിപ്പോസിഷൻസ് പഠിപ്പിക്കുമ്പോൾ വെറുതെ അതിന്റെ പേര് പറഞ്ഞ് ബൈഹാർട്ട് ചെയ്ത് പഠിപ്പിക്കാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ബിൽഡ് കോംപ്രിഹെൻഷൻ ആൻഡ് ഓൺലി ദെൻ മൂവ് ടു എക്സ്പ്രഷൻ. അപ്പോൾ പഠിക്കുന്ന കോൺസെപ്റ്റ് ശരിയായി മനസ്സിലായിട്ട് മാത്രം പറയാൻ വേണ്ടിയിട്ട്, അതായത് സ്പീച്ചിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കാവൂ. ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് ടോയ് ആൻഡ് ബോക്സ് ഗെയിം. ഇതിനായിട്ട് വേണ്ടത് ഒരു ബോക്സ്, ഒരു ചെറിയ ടോയും മാത്രം മതി. ടോയ് ബോക്സിന്റെ പല സ്ഥാനങ്ങളിലേക്ക് മൂവ് ചെയ്തിട്ട് അതിന്റെ പൊസിഷൻസ് കറക്റ്റ് ആയിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊസിഷൻ പറഞ്ഞിട്ട് കുട്ടിയെ കൊണ്ട് ടോയ് മൂവ് ചെയ്യിക്കുക. പിന്നീട് നമ്മൾ ചോദിക്കുമ്പോൾ കുട്ടിക്ക് ആൻസർ ചെയ്യാനും ടൈം കൊടുക്കുക. ദിസ് സിമ്പിൾ ആക്ടിവിറ്റി ക്രിയേറ്റ്സ് സ്ട്രോങ് വിഷ്വൽ അണ്ടർസ്റ്റാൻഡിങ്. അടുത്ത ആക്ടിവിറ്റിയാണ് പ്രിപ്പോസിഷൻ സ്കാവഞ്ചർ ഹണ്ട്. കുട്ടികൾക്ക് പൊതുവെ മൂവ്മെന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടിക്ക് മൂവ് ചെയ്തുകൊണ്ട് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. കുട്ടികൾ പെൻസിൽ ഓൺ ദ ചെയർ, സ്റ്റാൻഡ് ബിറ്റ്വീൻ ടു ചെയർസ്, ഷൂ ടേബിളിന്റെ താഴെ വെക്കുക, ബുക്ക് ടേബിളിന്റെ മേലെ വെക്കുക, ഇങ്ങനെയൊക്കെ. ദിസ് ആക്ടിവിറ്റി കീപ്സ് ദം എക്സൈറ്റഡ് വൈൽ ലേണിംഗ്. അടുത്ത ആക്ടിവിറ്റിയാണ് ഡ്രോ ഇറ്റ്. ഈ ആക്ടിവിറ്റിക്ക് നമുക്ക് വേണ്ടത് പേപ്പറും ക്രയോൺസും ആണ്. കുട്ടിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡ്രോയിങ് ഇൻസ്ട്രക്ഷൻസ് നൽകുക. വീടിന്റെ മുകളിൽ സണ്ണ് വരയ്ക്കുക, ഡ്രോ എ ക്യാറ്റ് ഓൺ ദ ബെഡ്, ബോൾ അണ്ടർ ദ ചെയർ എന്നിങ്ങനെ. കിഡ്സ് ആർട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യും. കൂടാതെ വരയിലൂടെ പഠിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് പ്രിപ്പോസിഷൻസ് ഓർത്തിരിക്കാൻ കുട്ടിക്ക് പറ്റും. അടുത്ത ആക്ടിവിറ്റിയാണ് ടേക്ക് എ പിക് ചലഞ്ച്. ഇതിനായിട്ട് ഫോണോ ക്യാമറ ഉള്ള എന്ത് ഐറ്റംസോ യൂസ് ചെയ്യാം. ആസ്ക് ദം ടു ടേക്ക് പിക്ചേഴ്സ് ഓഫ് തിങ്സ്. അതായത് ഏതെങ്കിലും ഒരു പൊസിഷൻ പറയുക, ആ പൊസിഷനുള്ള ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ പിക്ചർ എടുത്ത് കാണിക്കാൻ പറയുക. ഇനി അടുത്തതാണ് പ്രിപ്പോസിഷൻ പിക്ചർ മാച്ച്. നമ്മൾ ഡിഫറെന്റ് പൊസിഷൻസ് ഉള്ള പിക്ചേഴ്സ് കുട്ടിയെ കാണിക്കുക. ഫസ്റ്റ് നമ്മൾ ആ പൊസിഷൻ പറഞ്ഞിട്ട് ആ പൊസിഷനുള്ള പിക്ചർ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയുക. പിന്നീട് നമ്മൾ തന്നെ പിക്ചർ പോയിന്റ് ചെയ്തിട്ട് അത് ഏത് പൊസിഷൻ ആണെന്ന് കുട്ടിയോട് പറയാൻ പറയാ. തിരിച്ച് കുട്ടി പറയുന്ന പൊസിഷൻ നമുക്കും പോയിന്റ് ചെയ്ത് കാണിക്കാം. വിഷ്വൽ ലേണേഴ്സിനുള്ള ബെസ്റ്റ് ആക്ടിവിറ്റി ആണിത്. അടുത്തതാണ് ഫ്ലോർ ടേപ്പ് ഫൺ. ഫ്ലോറിൽ ചോക്ക് അല്ലെങ്കിൽ ടേപ്പ് കൊണ്ട് ഡിഫറെന്റ് ഷേപ്സ് ഒട്ടിക്കുക അല്ലെങ്കിൽ വരയ്ക്കുക. സർക്കിള്, സ്ക്വയർ, ലൈന് എന്നിവ. പിന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. സർക്കിളിനകത്ത് നിൽക്കുക, ലൈനിന് മേലെ നിൽക്കുക, സ്ക്വയറിന്റെ പുറത്ത് ടോയ് വെക്കുക, ജമ്പ് ഓവർ ദ ലൈൻ. അടുത്ത ആക്ടിവിറ്റിയാണ് പ്രിപ്പോസിഷൻ ഡൈസ്. സിമ്പിൾ ഡൈസ് ഉണ്ടാക്കുക. എന്നിട്ട് അതിന്റെ ഓരോ സൈഡിലും പ്രിപ്പോസിഷൻസ് എഴുതുക. പിന്നെ പാരന്റ്സിനും ചൈൽഡിനും മാറി മാറി ഡൈസ് റോൾ ചെയ്യാം. അങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഏത് ആക്ഷനാണോ കിട്ടുന്നത് അത് ചെയ്യണം. അപ്പം ഈ ഗെയിമിലൂടെ സിമ്പിൾ ആയിട്ട് പ്രിപ്പോസിഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് പ്രിപ്പോസിഷൻ സോങ്സ്. പാട്ട് കേൾക്കുന്നതിലൂടെ കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. സിമ്പിൾ പ്രിപ്പോസിഷൻ സോങ്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ പാട്ടിനോടൊപ്പം ആക്ഷൻസും ചെയ്യുമ്പോൾ ലേണിംഗ് ഫൺ ആൻഡ് ഈസി ആവും. അടുത്തതാണ് ആക്ട് ഇറ്റ് ഔട്ട്. കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് പാരന്റ് അല്ലെങ്കിൽ കെയർ ഗീവർ ആക്ട് ചെയ്യുക. ഈ ക്യാരക്ടർ പല പൊസിഷൻസിലും മൂവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്യാറ്റ് ആണെങ്കിൽ ക്യാറ്റ് സോഫയുടെ മുകളിൽ പോകുന്നു, കട്ടിലിൻ്റെ അടിയിൽ പോകുന്നു, ഡോറിൻ്റെ പുറകിൽ പോകുന്നു, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ നമ്മെ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം ഫൺ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യും. അടുത്തതാണ് വേർ ഇസ് മൈ ഫ്രണ്ട് ആക്ടിവിറ്റി. ഇതിനായിട്ട് വേണ്ടത് 2 ടോയ്സ് ആണ്. 2 ടെഡി ബെയറോ 2 ഡോളോ അങ്ങനെ എന്തും ആവാം. എക്സാമ്പിൾ, ഇപ്പം നമ്മൾ 2 ഡോളാണ് എടുത്തെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഡോള് പല പൊസിഷനിലും മൂവ് ചെയ്യുക. സെക്കൻഡ് ഡോള് ഈ ഫസ്റ്റ് ഡോളിനെ അന്വേഷിച്ച് നടക്കുക. എന്നിട്ട് കണ്ടെത്തുമ്പം അത് ഏത് പൊസിഷനിലാണെന്നുള്ളത് ഉച്ചത്തിൽ പറയുക. പിന്നെ കുട്ടിയെ കൂടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കുക. ആസ്ക് ദം ടു മൂവ് ദ ടോയ്സ് ദംസെൽവ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ പൊസിഷൻ. പ്രിപ്പോസിഷൻസ് കുട്ടികളുടെ ഭാഷ, ചിന്താശേഷി, സ്പേഷ്യൽ അവയർനെസ് എന്നിവയൊക്കെ ശക്തമാക്കുന്ന പദങ്ങളാണ്. സോ സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ഫൺ ബേസ്ഡ് ആക്ടിവിറ്റീസ് യൂസ് ചെയ്താൽ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു.